നമസ്തേ. സായം സന്ധ്യയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഞാൻ ശാന്ത ഉണ്ണികൃഷ്ണൻ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽ കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ഇന്ന് നമുക്ക് ഹനുമാനെക്കുറിച്ചൊന്ന് ചർച്ച ചെയ്താലോ? ഹനുമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീരാമൻ്റെ അത്രയല്ലെങ്കിലും അടുത്ത് ഉജ്ജ്വലമായിട്ട് നിൽക്കുന്ന ഒരു കഥാപാത്രമാണില്ലേ രാമായണത്തിൽ ഹനുമാൻ. ഈ വാൽമീകി മഹർഷിയുടെ ഒന്ന് കാര്യമൊന്ന് ആലോചിച്ച് നോക്കി. അദ്ദേഹത്തിൻ്റെ ഈ രാമായണത്തിലെ എത്ര പേർക്കാണ് നമ്മൾ ശ്രീകോവിൽ പണിതിരിക്കുന്നത്? 4 സഹോദരന്മാർക്കുണ്ട് അല്ലേ? നമ്മളിപ്പോൾ നാലമ്പല ദർശനമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അതുകൂടാതെ ഹനുമാനെ എല്ലാവരും എത്ര ഭക്തിയോട് കൂടിയിട്ടാണ് ആദരിക്കുന്നത്. കാരണം ഹനുമാനിൽ കൂടിയാണ് നമുക്ക് ശ്രീരാമനിലേക്ക് എത്താൻ പറ്റുക എന്നാണ് നമ്മൾ പലരും വിശ്വസിക്കുന്നത്. ഹനുമാനുണ്ട്. ഈവൻ ജടായുവിനെ പോലും എന്തുമാത്രം നമ്മളൊക്കെ ബഹുമാനിക്കുന്നു. അതാണ് നമ്മുടെ വാൽമീകിയുടെ ആ കഴിവ്. അങ്ങനെയുള്ള കഴിവെന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ജീവിച്ചിരുന്നവരാണെന്നാണല്ലോ, ചരിത്ര പുരുഷന്മാരാണെന്നാണല്ലോ നമ്മളൊക്കെ വിശ്വസിക്കുന്നത്. എന്തായാലും നമുക്ക് ഹനുമാനെക്കുറിച്ചൊന്ന് ചിന്തിക്കാം. ഈ ഹനുമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, അഞ്ജന പെറ്റു ഉളവായതാണെന്ന് കേട്ടിട്ടുണ്ട്, കേസരീപുത്രനായിട്ടാണെന്ന് കേട്ടിട്ടുണ്ട്, നമ്മുടെ വായുപുത്രനാണെന്ന് നമ്മൾ പറയുന്നുണ്ട്, കൂടാതെയോ മഹാദേവൻ്റെ പുത്രനാണെന്നും കേൾക്കുന്നുണ്ട്. ഇതൊക്കെ ഇങ്ങനെ പറയുന്നത്? നമുക്കത് നമ്മുടെ ആചാര്യന്മാരതിനെക്കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്കൊന്നും കേൾക്കാം. പിന്നെ ഒരു കാര്യവും കൂടെ പറയാനുണ്ട് കേട്ടോ. പല രാമായണങ്ങളുമുണ്ട്. ഇപ്പം നമ്മുടെ വാൽമീകി രാമായണത്തിലെ പോലെ തന്നെ എല്ലാം എഴുത്തച്ഛൻ പറഞ്ഞിട്ടില്ല. ഇതിൽ പറയാത്തത് പലതും അവിടെയും കാണാം. കാരണം കഥാതന്തു ഒന്ന് തന്നെയാണ്, പക്ഷേ അതിൽ അവരവരുടേതായ ചില കയ്യൊപ്പൊക്കെ അതിലൊക്കെ ഉണ്ട്. അതായത് ചില വ്യത്യാസങ്ങൾ ഈ കഥകളുടെ ചില മർമ്മസ്ഥാനത്തൊന്നും വരുത്തില്ല, പക്ഷേ ഇടയ്ക്കിങ്ങനെ ചില വ്യത്യാസങ്ങളൊക്കെ കാണും. അതായത് ഇപ്പോൾ നമ്മുടെ ഹനുമാൻ സ്വാമിയുടെ കഥ തന്നെ നമുക്ക് നോക്കാം. ഈ ഹനുമാൻ സ്വാമിയുടെ അമ്മ അഞ്ജനയാണ്. അത് ഒരു കുരങ്ങ് ആണെന്നാണല്ലോ നമ്മളൊക്കെ കരുതുന്നത്. അവരുടെ ഭർത്താവ് കേസരി. ഈ അഞ്ജന എന്ന് പറഞ്ഞാൽ പണ്ടൊരു അപ്സരസായിരുന്നു. അപ്സരസ് അതായത് നമ്മുടെ അപ്സരസ് അവിടെയാണല്ലോ, സ്വർഗത്തിലൊക്കെ ആണല്ലോ. അപ്പോൾ അങ്ങനെ അവരൊരിക്കലും ഉദ്യാനത്തിൽ ചെന്നപ്പോഴുണ്ട് അവിടെ ചില ദേവന്മാരും ഈ അപ്സരസുകളും കൂടെയൊക്കെയുള്ള ചില രംഗങ്ങളൊക്കെ കണ്ടു. അത് കണ്ടപ്പോഴത്തേക്കും ഇവർക്കും ആകപ്പാടെ മനസ്സൊന്ന് ഇളകിപ്പോയി. വേഗം ഈ അപ്സരസ് ഓടിച്ചെന്നു. ചെന്ന വഴിയെ കണ്ടത് ബൃഹസ്പതിയുടെ ദാസിയാണ് ഇവർ. ചെന്ന് നേരെ കെട്ടി അങ്ങോട്ട് പിടിച്ചു. നേരത്തേക്കും ബൃഹസ്പതി ഭയങ്കര കോപിഷ്ഠനായി. എന്നിട്ട് പറഞ്ഞു, നിനക്ക് ഇതുപോലെയുള്ള ചാവല്യായില്ലേ, നിനക്ക് പറ്റിയ കാര്യം ഞാൻ ചെയ്യാം. നീ ഒരു കാര്യം ചെയ്തോ, ഒരു കുരങ്ങായിട്ട് ജനിച്ചോ. അപ്പം പിന്നെ എന്ത് ചപലതയാണല്ലോ കുരങ്ങൻ്റെ ഒരു സ്വഭാവം. അതുകൊണ്ട് എന്തും ആയിക്കോ, നീ അവിടെ ജനിച്ചോ. പക്ഷേ പിന്നെ ഒരു കാര്യമുണ്ട്, നീ നല്ലൊരു ദാസിയായിരുന്നു, ഇവിടെയൊക്കെ നല്ല രീതിയിലായിരുന്നു. അതുകൊണ്ട് മഹാദേവൻ്റെ ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് വീണ്ടും അപ്സരസായിട്ട് തന്നെ തിരിച്ചു വരാം എന്ന് പറഞ്ഞു. അങ്ങനെ അഞ്ജന ആരായിട്ട് ജനിച്ചു? ഈ അപ്സര സ്ത്രീ അഞ്ജനയായിട്ട് ജനിച്ചു. അപ്പോൾ കേസരി എന്ന് പറഞ്ഞ ഒരു കുരങ്ങൊക്കെ ആയിട്ട് അങ്ങനെ അവർ വളരെ സന്തോഷമായിട്ട് അങ്ങനെ ജീവിച്ച് കഴിഞ്ഞു. അങ്ങനെ ഇരുന്നപ്പോൾ നമ്മുടെ മഹാദേവനും ശ്രീപാർവതി അവരും കുരങ്ങായിട്ട് ഇങ്ങനെ വനത്തിൽ കൂടെ നടക്കാൻ തുടങ്ങി. അങ്ങനെ നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ശ്രീപാർവതിയുടെ വയറ്റിൽ ഒരു ചെറിയ ബീജം ഉണ്ടായി. അന്നേരത്തേക്കും പാർവതി പറഞ്ഞു, എൻ്റെ തന്നെ ഒരു ആനക്കുട്ടിയും കൊണ്ട് ഇപ്പം പൊറുതിമുട്ടിയിരിക്കുക ഞാൻ, അതിൻ്റെ ഇടയ്ക്ക് ഇനി ഒരു കുരങ്ങൻകുട്ടിയും കൂടെ എന്നെക്കൊണ്ട് പറ്റില്ല, അതുകൊണ്ട് അങ്ങ് ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. വേഗം ഈ അഞ്ജനയുടെ ഭ്രൂണത്തെ എടുത്ത് വായുദേവനെ ഏൽപ്പിച്ചു. വായുദേവന് പിന്നെ എല്ലായിടത്തും കടന്നു ചെല്ലാവുന്ന ആളല്ലേ. അങ്ങനെ ഒരു ദിവസം അഞ്ജന അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ വേഗം ഇത് ട്രാൻസ്പ്ലാന്റ് ചെയ്തു നമ്മുടെ വായുദേവൻ. അപ്പം അഞ്ജനയ്ക്ക് ദേഷ്യം വന്നു. കാരണം ഡ്രസ്സ് ഇച്ചിരി മാറിയിരുന്നപ്പോഴാണ് ഇത് ചെയ്തത്. ഇതെന്നെ ഈ കാണിക്കണമെന്ന് ചോദിച്ചുകൊണ്ട് അപ്പം പറഞ്ഞു, അത് കുഴപ്പമില്ല, ഭവതിക്കൊരു ശാപമുള്ളതല്ലേ, അതിന് മോക്ഷത്തിനുള്ളൊരു കാര്യമാണ് ഞാൻ ചെയ്തിരിക്കുന്നത്.
അങ്ങേക്കൊരു മഹാദേവൻ്റെ ഒരു കുഞ്ഞുണ്ടാവുമെന്ന് പറഞ്ഞു. അത് പറഞ്ഞിട്ട് പോയി. അത് കഴിഞ്ഞു കേസരി വന്നപ്പം കഥയൊക്കെ പറഞ്ഞു, ഒന്നും വിളിച്ചൊന്നും വെച്ചില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഹനുമാൻ ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ തിരിച്ച് അപ്സരസൻ്റെ രീതിയിലേക്ക് വന്നല്ലോ നമ്മളുടെ അഞ്ജന, അതായത് ഹനുമാൻ്റെ അമ്മ. എന്നിട്ട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യണം, നല്ല പഴമൊക്കെ ഇല്ലേ, അതേ സൂര്യനെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇത് ഈ പഴമൊക്കെ ഇല്ലേ അതുപോലെയുള്ള പഴമൊക്കെ കഴിച്ച് നന്നായിട്ട് ജീവിക്കണം എന്ന് പറഞ്ഞു. ഇത് കേട്ട് അത് കഴിഞ്ഞപ്പോഴത്തേന് ഇത് ഒരൊറ്റ ചാട്ടം അങ്ങ് കൊടുത്തു. അഞ്ജന പോയി ഒരൊറ്റ ചാട്ടം അങ്ങോട്ട് കൊടുത്തു. നേരെ എങ്ങോട്ടാണ് പോയത്? സൂര്യനെ പിടിക്കാനേ ചാടി. അന്നേരത്തേക്കും നമ്മുടെ ദേവേന്ദ്രൻ അതിലേ വരുമായിരുന്നു. ദേവേന്ദ്രൻ എന്നെ ചെയ്തു, എന്നിട്ട് ഐരാവതത്തെ കണ്ടപ്പോൾ എന്നാ ഐരാവതം ചപലനല്ലേ, എന്നാ വേണ്ടതെന്നൊന്നും അറിയാമല്ലോ. അന്നേരത്തേക്കും ദേവേന്ദ്രൻ വജ്രായുധം കൊണ്ട് ഒരൊറ്റെണ്ണം കൊടുത്തു. അപ്പം താടിയെ കൊണ്ടു. അപ്പം കാര്യം വായുദേവൻ്റെ മകനൊന്നും അല്ലെങ്കിലും വായുദേവനും ഇതിലൊരു ചെറിയ പങ്കുള്ളതല്ലേ, എന്നാൽ സ്വന്തം മകനെ പോലെയാണ് വായുദേവൻ കണക്കാക്കുന്ന. വായുദേവൻ വേഗം കുട്ടിയെ കൊണ്ട് പാതാളത്തിലേക്ക് പോയി. ഭൂമിയിൽ വായുവില്ലാത്ത ഇരുന്നാലുള്ള അവസ്ഥ എന്താ? വേഗം എല്ലാവരും കൂടെ ദേവന്മാരൊക്കെ ചെന്ന് കേണപേക്ഷിച്ചു, വായുദേവ നീ തിരിച്ചു വരണം, ഭൂമിയിലേക്ക് ലോകത്തിലേക്ക് വരണം, പാതാളത്തിൽ ഇരുന്നാൽ പറ്റില്ല എന്ന്, ഈ കുഞ്ഞിന് എല്ലാവിധ സൗകര്യങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുത്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ യമദേവൻ പറഞ്ഞു, ഇവനൊരിക്കലും മരണം ഉണ്ടാകില്ല എന്ന് പറഞ്ഞു. മഹാവിഷ്ണു പറഞ്ഞു, ഞാനിവനെ എൻ്റെ സ്വന്തമായിട്ട് കരുതിക്കോളാം. ഇങ്ങനെ എല്ലാ ദേവന്മാരും ഒക്കെ പറഞ്ഞ് തിരിച്ച് ഇങ്ങോട്ട് വന്നു. അങ്ങനെ ജീവിക്കുകയാണ് നമ്മുടെ ഹനുമാൻ. അത് ആ പേര് വന്നിരിക്കുന്നുണ്ട്, ഹനു എന്ന് പറഞ്ഞാൽ താടിയിൽ ആ മുറിവുള്ളത് കൊണ്ടാണ് ഹനുമാൻ എന്നുള്ള പേര് വന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ വിദ്യാഭ്യാസം, അപ്പം ഹനുമാന് തോന്നി നല്ല വിദ്യാഭ്യാസം വേണമെന്ന്. ഈ ചുമ്മാ ഉള്ള ആചാര്യന്മാരുടെ അടുത്തൊന്നും പോയാൽ പറ്റില്ല. അപ്പം നോക്കിയപ്പോൾ ആരാ ഏറ്റവും നല്ല സൂര്യനാണ്. വേഗം സൂര്യൻ്റെ അടുത്തിരുന്നു വിദ്യാഭ്യാസം ചെയ്യിക്കണം എന്ന് പറഞ്ഞു. അപ്പം എങ്ങനെയാണ് വിദ്യാഭ്യാസം ചെയ്യിക്കണേ? അപ്പം സൂര്യൻ പറഞ്ഞു, എനിക്ക് ഇഷ്ടമാണ് വിദ്യാഭ്യാസമൊക്കെ തരാൻ, പക്ഷേ എങ്ങനെയാണ് ചെയ്യിക്കുന്നത്? ഞാനിങ്ങനെ യാത്രയല്ലേ രാവിലെ മുതൽ, അപ്പോൾ എങ്ങനെയാണ് നമ്മളങ്ങനെ ചെയ്യണേ എന്ന് പറഞ്ഞു. അന്നേരത്തേക്കും വേഗം പറഞ്ഞു, അത് കുഴപ്പമില്ല, ഞാനതിനുള്ളൊരു മാർഗം കണ്ടോ എന്ന് പറഞ്ഞു. എന്നിട്ട് എങ്ങനെയാണെന്നറിയോ, രാവിലെ സൂര്യൻ്റെ തേരിങ്ങനെ വരുമല്ലേ മുമ്പോട്ട്. അപ്പം നമ്മുടെ കുട്ടി ശരിക്കും വിദ്യാർത്ഥി എന്ന് പറഞ്ഞാൽ എങ്ങനെയല്ലേ, വിദ്യ അഭ്യസിക്കണം എന്നുള്ള ആഗ്രഹം വന്നു കഴിഞ്ഞാൽ ഏത് വിധത്തിലും ആ വിദ്യ നേടാനുള്ള ആ മനോഭാവം ഉണ്ട്. അത് ആ നിശ്ചയദാർഢ്യം, ആ ലക്ഷ്യബോധമൊക്കെ ഈ ഹനുമാനെ കഴിഞ്ഞ് ബാക്കി ആർക്കും ഉള്ളൂ ഇല്ലേ. നമുക്ക് ആ സീതാന്വേഷണത്തിന് പോയപ്പോഴൊക്കെ എല്ലാം കണ്ടതല്ലേ അതൊക്കെ. അങ്ങനെ ഇദ്ദേഹം ഇങ്ങനെ പോരുക. അപ്പോൾ ഈ ഹനുമാൻ നേരെ സൂര്യൻ്റെ അഭിമുഖമായിട്ട് നിന്നിട്ട് ഇങ്ങനെ പതുക്കെ പുറകോട്ട് പോരും. ഇദ്ദേഹം പറയുന്ന എല്ലാം കേട്ട് ഇങ്ങനെ പുറകോട്ട് പോകുന്നു. അങ്ങനെയാണ് വിദ്യാഭ്യാസത്തിന് അധികം സമയമൊന്നും എടുത്തില്ല. അത് കഴിഞ്ഞ് വിദ്യാഭ്യാസം പൂർത്തിയാക്കി. അപ്പോഴത്തേക്കും പറഞ്ഞു, ഗുരുദക്ഷിണ കൊടുക്കണ്ടേ? അപ്പോൾ ഹനുമാൻ ചോദിച്ചു, അങ്ങേക്ക് എന്താണ് ഗുരുദക്ഷിണ തരേണ്ടത്? എൻ്റെ ഹനുമാനെ, ഇത്രയും മിടുക്കനായ ഒരു ശിഷ്യനിൽ നിന്ന് ഞാൻ എന്താ ഗുരുദക്ഷിണ വയ്ക്കേണ്ടത്? ഒരു ഗുരുദക്ഷിണ എനിക്ക് വേണ്ട. നീ നന്നായി പഠിച്ചു, നന്നായിട്ട് ജീവിക്കും, നന്നായിട്ട് വരും, അതുമാത്രം എനിക്ക് പറയാനുള്ളൂ പറഞ്ഞു. അങ്ങനെ പറ്റില്ല, കാരണം വിദ്യാഭ്യാസം ചെയ്തു കഴിഞ്ഞാൽ അത് പൂർത്തിയാകണമെങ്കിൽ ദക്ഷിണയും കൂടെ തരണം. അപ്പം അങ്ങ് എന്തെങ്കിലും എന്നോടൊന്ന് പറയുന്നു. എന്നാൽ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, എൻ്റെ മകൻ സുഗ്രീവനുണ്ട്, അവനിങ്ങനെ ഋഷിമുഖാചലത്തിൽ ഇരിക്കുകയാണ്, അപ്പം അവനെ ഒന്ന് സഹായിക്കണം ചെന്ന് എന്ന് പറഞ്ഞു. അയ്യോ, ഉടനെ എന്നെ തൊഴുതുകൊണ്ട് പറഞ്ഞു, അയ്യോ അതിനെന്താ, അങ്ങ് പറയുന്ന എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്നും പറഞ്ഞ് വേഗം അവിടെ ചെന്ന് സുഗ്രീവൻ്റെ അടുത്ത് ചെന്നു. അങ്ങനെയാണ് സുഗ്രീവൻ്റെ മന്ത്രിയായി അവിടെ കൂടിയത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ സുഗ്രീവൻ്റെ അടുത്ത് എത്താനും അങ്ങനെ രാമൻ്റെ എല്ലാമായി മാറാനും ഈ ഭാഗ്യം ലഭിച്ചത് എന്താണ്? കാരണം ഈ നമ്മുടെ ഹനുമാൻ്റെ ആ നിശ്ചയദാർഢ്യവും ആ നന്മയും വിനയവും. ഹനുമാനെ പറ്റി പറഞ്ഞാൽ, ഹനുമാൻ്റെ ഗുണങ്ങൾ പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും തീരില്ല. അതുപോലെയുള്ള ഗുണങ്ങളാണുള്ളത്. എന്ത് വിനയമാണ് ഓരോന്ന കാര്യത്തിലും, അതുപോലെ എന്ത് ഗുരുഭക്തിയാണ്, എന്ത് ഗുരുത്വമാണ്. ഇങ്ങനെ എല്ലാം തികഞ്ഞ് ഒരു വ്യക്തി എന്ന് പറയാൻ പറ്റുമെന്നറിയില്ല, എന്തായാലും അദ്ദേഹം അങ്ങനെയാണ്. അതുകൊണ്ടാണല്ലോ നമ്മളെല്ലാവരും ഹനുമാൻ സ്വാമി എന്തോരം കാര്യമായിട്ടാണ് സ്നേഹിക്കുന്നത്.
ശ്രീരാമൻ വരെ ആ ദക്ഷിണദിക്കിലേക്ക് വാനരന്മാരെ പറഞ്ഞു വിട്ടപ്പോൾ ഹനുമാനെ അടുത്ത് വിളിച്ചിട്ടാണ് ആ അടയാളവാക്യവും മുദ്രമോതിരവും കൊടുത്തു വിടുന്നില്ല. ഇത്രയും പ്രഗത്ഭന്മാരൊക്കെ അവിടെയുണ്ട്. പക്ഷേ ഇദ്ദേഹത്തെ കൊടുത്തു വിടുന്നത് എന്താ? ശ്രീരാമനറിയാം ഇദ്ദേഹത്തിൻ്റെ കഴിവുകളൊക്കെ. ഇനി ഹനുമാൻ സ്വാമിയെ പറ്റിയുള്ള വേറെ കാര്യങ്ങളൊക്കെ പറയാനുണ്ട്, അത് വേറൊരു അവസരത്തിൽ പറയാം. നമുക്ക് ഹനുമാൻ സ്വാമിയും അദ്ദേഹത്തിൻ്റെ സ്വാമിയായ ശ്രീരാമചന്ദ്രനും സീതാദേവിയും എല്ലാവിധ അനുഗ്രഹങ്ങളും തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.